അപ്പോൾ ആ സ്പെഷ്യൽ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരു ടീമായിട്ട് ഞാൻ തിരിക്കുകയാണ്. നിങ്ങൾ സീരിയൽ ടീമാണ് ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ടീം എന്ന് പറയുന്ന ജാസ്മിൻ ആൻഡ് ബഡി ശരണ്യ. അപ്പോൾ അംഗത്തിന് റെഡിയാണോ? അല്ല, എന്താ അംഗം? നിങ്ങൾക്ക് കുക്കിംഗ് അറിയോ? അറിയാം. 4 പേർക്ക് അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം. ഓക്കെ, ഒരാൾക്ക് കുക്കിംഗ് അറിയാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യണ്ട. പക്ഷേ ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കാണ്. അപ്പോൾ കേക്കിൽ നിങ്ങൾ ഗാർണിഷ് ചെയ്യുക. അതിനുള്ള സംഭവങ്ങൾ പരിപാടികളൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അത് മാത്രമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഗാർണിഷ് ചെയ്യുന്നത് അതിൻ്റെ ഡെമോ ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. അതാരാന്നൊക്കെ ഞാൻ പറയാം. സോ റൈറ്റ് നൗ കം ഫോളോ മീ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ജാസ്മിനും ശരണ്യയും ഒരു ടീമാണ്. നിങ്ങൾക്കുള്ള സ്ഥലം ഇതാണ്. ആൻഡ് ആരതിയും ആൻഡ് മേഘനയും ഇവിടെയാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ. എന്നിട്ട് നിങ്ങൾക്ക് കിടിലം ടാസ്കുകൾ തരാൻ പോകണം. കേക്ക് ഗാർണിഷിംഗ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സർപ്രൈസ് പരിപാടികളുണ്ട്. സോ പൊക്കോളൂ. ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ വൺ ഓഫ് ദ ലീഡിങ് പേസ്ട്രി ഷെഫ് ഇൻ ഇന്ത്യ എന്ന് തീർച്ചയായിട്ടും പറയാം. മോർ ദാൻ ഐ തിങ്ക് ഒരു 16 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള കേക്ക് മാസ്റ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പേസ്ട്രി ക്വീൻ ഇന്ത്യ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കുറേ അവാർഡ്സ് ഇൻ സെഗ്മെന്റ് ബെസ്റ്റ് ഷുഗർ ഡിസ്പ്ലേ ആൻഡ് ബെസ്റ്റ് ഗ്ലാസ് ഡെസേർട്ട്. ലോട്ട് ഓഫ്. റുമാന മാം, പ്ലീസ് വെൽക്കം. Surya TV Christmas celebration part. Hi ma'am. How are you? All good, all good. I think എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ഫസ്റ്റ് ടൈം ആണ് മാം അതെ അല്ലേ? അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടോ? ചെറിയൊരു ടെൻഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഇവർക്ക് എന്താണ് ടാസ്ക് കൊടുക്കുന്നത് മാം? ശരിക്കും ടാസ്കിന്റെ ഒരു ലൈനപ്പ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ സാധനങ്ങൾ മതി. എത്രയും സിമ്പിൾ ആക്കി തരാൻ പറ്റുന്ന അത്രയും ആക്കി തരാം. ഓക്കെ, അപ്പം മാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇത് ഇവർക്ക് എന്തായാലും കാണണമല്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിലിംഗ് അറിയാൻ പറ്റില്ല. അപ്പം ഇങ്ങോട്ടേക്ക് വരിക, ഇവിടെ ജോയിൻ ചെയ്യുക, ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. മാം ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താഴത്തെ ടിയർ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി അത് ഓൾറെഡി ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും. ഓക്കെ, ഇത് കേക്ക് സ്റ്റാൻഡാണ്. അപ്പോൾ കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. ഞങ്ങൾക്ക് ഓൾറെഡി ക്രീം ഇവിടെ ഉണ്ട്. ക്രീം ഞാനിപ്പം സ്പാച്ചുല എടുത്ത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. കേക്കിൽ തന്നെ വെക്കണമെന്നുണ്ടാവുന്നു. ഞങ്ങൾ മുകളിലാണ് ഇപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പൈപ്പിംഗ് ബാഗ് ഇവിടെ സെൻറ്ററിൽ വെച്ച് ഇത് ഫ്രോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് സ്ക്രീപ്പർ ഒന്ന് കറക്കുക. ഒന്നും ചെയ്യേണ്ട, കൈ അവിടെ വെറുതെ വെച്ചാൽ മതി. എന്നിട്ട് കറക്കി കൊടുത്താൽ മതി. അത്രയോ പറഞ്ഞപ്പോൾ തീർന്നു. എന്നിട്ട് സൈഡ് വേണം ചെയ്യാനായിട്ട്. ഈസിയാണ്. ഞാനൊരു ഫുൾ ലെയർ കൊടുക്കാൻ പോവാണ്. ഇപ്പം ബോർഡിൻ്റെ ആ ലെവൽ വരെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഫില്ല് ചെയ്യാനായിട്ട്. ഈ ഒരു പോർഷനിൽ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമതും കുറച്ച് ക്രീം നേരെ വെച്ച് കൊടുക്കുക. ഇത് 90 ഡിഗ്രി ആംഗിൾ. സ്റ്റാൻഡ് മുട്ടിയിട്ട് വേണം നിങ്ങൾ അടുപ്പിച്ച് വേണം ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഓക്കെ, ഈ സാധനം വീണ്ടും ഇവിടുന്ന് അകത്തേക്ക് ഒരു എയർപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ. ഓക്കെ, നാളത്തെ വ്ലോഗിൽ കാണാം കേക്ക് ഗാർണിഷിംഗ്. വേറൊരു മാജിക് ടൂൾ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഫിനിഷിംഗ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കും തരില്ലേ മാജിക് ടൂൾ? ഇതുവരെ എത്തുമോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. എന്നിട്ടാണ് അത് ഫിനിഷിങ്ങിനുള്ളതാണ് ഏറ്റവും ലാസ്റ്റ്. ഇനിയാണ് ടാസ്ക്. അപ്പോൾ ഈ സാധനം നിങ്ങൾ എടുത്ത് വേണം മുകളിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് നീക്കി നമ്മളായിട്ട് പേടിപ്പിച്ച് ഇതുപോലത്തെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, വെച്ചിട്ട് ഇതൊരു ഫോണ്ടന്റിന്റെ ഷീറ്റാണ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കേക്കിൽ ചെയ്തുതരാം. ബിക്കോസ് ഇത് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് മീൽക്കൂട്ട് കറി പൗഡർ. പാരമ്പര്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്നത് കൊണ്ട് തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മേജർ പുട്ടുപൊടി, ഇത്തിരിപ്പൊടിക്ക് ഒത്തിരി പുട്ട്, കെനഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി. ഇപ്പൊ കുറച്ച് സ്ട്രിപ്സ് ഉണ്ട്. ഇതും ഞങ്ങൾ കട്ട് ചെയ്ത് തരും. ഇത് ഞാൻ ഗ്ലൂ പെരട്ടാണ്. Then just keep it here.
ഇത് കംപ്ലീറ്റ് അത് ഫില്ലായി. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ, നല്ല നല്ല കേക്ക്സ് ഒക്കെ വരുന്നത്. ഒരു ഐസ്ക്രീമിന്റെ കോൺ ഇതെന്തായിരിക്കും? സ്നോമാൻ ആണ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അത് വരുമോയോ? ഓക്കെ, ക്രിസ്മസ് ട്രീ ആയിരിക്കും കേട്ടോ. So, ഇത് മുകളിൽ വെറുതെ വെച്ച് അതിന്റെ മുകളിൽ ഇപ്പൊ പൈപ്പിംഗ് ചെയ്യാൻ പോവാണേ. ഞാൻ കുറച്ച് ഗ്രീൻ കളർഡ് ഫ്രോസ്റ്റിംഗ് പൈപ്പിംഗ് ബാഗിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോസിലും തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ക്രിസ്മസ് ട്രീ ചെയ്യാനായിട്ടാണ്. ഇത് ലീഫ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ക്രിസ്മസ് ട്രീ പോലെ പൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതേപോലെ ഒന്ന് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ട്രീ മേളിലെത്തുന്നവരെ അല്ലേ? അതെ അതെ. ഈസിയാണെന്നാണോ നിന്റെ വിചാരം? അപ്പോൾ ഇതുപോലെ ഇനി 2 കേക്ക് കൂടെ കാണാം. ഞങ്ങളുടെ വെർഷൻ. ഇത് വേണം നിങ്ങൾ ഏതെങ്കിലും ഒരു ടീമിന് ചെയ്തു തരാം. ഞാൻ ചെയ്തു തരാം. വേണ്ട, ഞങ്ങളുടെ കേക്ക് തുടങ്ങാൻ സമ്മതിക്കില്ല. ഒരു ടീമിനെ ചെയ്തു തരാം. കഴിഞ്ഞല്ലോ. അടിപൊളി. ഇവിടെ കുറച്ച് ബോസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റാറോ എന്ത് വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിന് വെക്കാം. ഓക്കെ, ഓ അല്ല ശരി, വേറൊരു ഫീൽ. ഞാൻ വെച്ചോളാം. അത് ഞാനാണ്. ഞാൻ വെച്ചോളാം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഞാനാ ചെയ്യണം. ഇതേ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ട്രെയിൽ ചെയ്യുന്ന പോലെ. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കിയാലും മാക്സിമം പെർഫെക്റ്റ് ഏത് ടീമാണോ ചെയ്യുന്നത് അവർക്കായിരിക്കും ഇന്നത്തെ സമ്മാനം കിട്ടാൻ പോകുന്നത്. കാരണം മൊത്തത്തിൽ കുറേ ടാസ്കുകൾ ഉണ്ടായിരിക്കാം. അത് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏത് ടീമിനാണോ കൂടുതൽ പെർഫെക്ഷൻ ഇൻക്ലൂഡിങ് എവറി ടാസ്ക്, അതൊന്നും പറയാൻ പറ്റില്ല, സർപ്രൈസ്.